നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദ ഫീൽഡ് ഓഫ് സൗണ്ട് വേവ്സ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സോളിഡ് ആണ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റെക്ടാങ്കുലർ അറേ. ബിക്കോസ് ഓഫ് തെർമൽ അജിറ്റേഷൻ ഈച്ച് ആറ്റംസ് വൈബ്രേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. And the specific heat of a substance is one of the most important thermodynamic quantities. Various factors contributes to the specific heat. However, the dominant contribution in most solids is the energy given to lattice vibration. Then ഇവിടെ നമ്മൾ ഒരു n നോൺ ഇൻ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സോളിഡ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഒരു ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ H is given by sigma I is equal to 1 to 3 pi square by 2m plus sigma I is equal to 1 to 3 half k q I square, and where q is equal to m omega I square. Omega I are the frequencies of normal modes. By the theorem of equipartition of energy, energy per atom is given by 3 kT, and the Hamiltonian of the system H is equal to sigma I is equal to 1 to 3n pi square by 2m plus sigma I is equal to 1 to 3n half m omega I square q I square. നേരത്തെ നമ്മൾ പറഞ്ഞ ഹാമിൽട്ടോണിയൻ ഇക്വേഷനിൽ കെക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ദെൻ ദ ടോട്ടൽ എനർജി ഫോർ n ആറ്റംസ്. നമ്മൾ പറഞ്ഞു സിസ്റ്റത്തിന് n ആറ്റംസ് ഉണ്ടെന്ന്. അപ്പോൾ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 3n kT. ആൻഡ് സ്പെസിഫിക് ഹീറ്റ് CV ഈസ് ഈക്വൽ ടു 3n K, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5.96 calories per mole per degree. And this result asserts that all simple solids have the same molar specific heat equal to 5.96 calories per mole per degree, and this is known as the law of Dulong and Petit. ഈ കിട്ടിയ റിസൾട്ട് അനുസരിച്ച് എല്ലാ സിമ്പിൾ സോളിഡ്സിനും മോളാർ സ്പെസിഫിക് ഹീറ്റ് 3nk തന്നെയാണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5.96 calories per mole per degree. ബട്ട് ആക്ച്വലി ഒരു മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വേരിയേഷൻ സംഭവിക്കുന്നു എന്നാണ്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദിസ് വേരിയേഷൻ ഓഫ് ദ സ്പെസിഫിക് ഹീറ്റ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റിനുണ്ടാകുന്ന വേരിയേഷൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഐൻസ്റ്റീൻ ഒരു തിയറി കൊണ്ടുവന്നു. അടുത്തത് നമ്മൾ പറയുന്നത് ഐൻസ്റ്റീൻ്റെ തിയറിയാണ്. ഐൻസ്റ്റീൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു സോളിഡ് കൺസിഡർ ചെയ്തു, n ആറ്റംസ് ഉണ്ട്, അവിടെ ക്വാണ്ടം കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. ദെൻ എല്ലാ ആറ്റംസിനും സെയിം ഫ്രീക്വൻസി ആണ് എന്നാണ് കൺസിഡർ ചെയ്തത്, അത് ഒമേഗ ഇ ആണ്. ദെൻ ദ എനർജി ലെവൽസ് ഓഫ് ദ ഓസിലേറ്റർ ആർ ക്വാണ്ടൈസ്ഡ്. En is equal to n plus half h cut omega e, and the partition function q is equal to sigma n is equal to 0 to infinity e raised to minus beta n plus half into h cut omega e. Then constant termsine summation പുറത്തേക്ക് എടുത്തു. e raised to minus beta h cut omega e by 2 sigma n is equal to 0 to infinity e raised to minus beta n h cut omega e. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് e raised to minus h cut omega e beta divided by 1 minus e raised to minus beta h cut omega e എന്ന് കിട്ടും. Then taking the natural log q is equal to minus beta h cut omega e by 2 minus log 1 minus e raised to minus beta h cut omega e. Then mean energy is equal to minus dou by dou beta of log q, and E is equal to minus h cut omega E by 2 plus E raised to minus h cut omega E by
KT h cut omega E by 1 minus e raised to minus h cut omega E by KT. ഇത് മീൻ എനർജിയാണ്. ഇനി ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മീൻ എനർജി U എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ കിട്ടിയ ഇയുടെ ഇക്വേഷൻ്റെ കൂടെ നമ്മൾ 3n കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മീൻ എനർജി കിട്ടും. അപ്പോൾ U is equal to 3n into h cut omega E by 2 plus h cut omega E by e raised to h cut omega E by KT minus 1. ദെൻ സ്പെസിഫിക് ഹീറ്റ് കണ്ടെത്താനായിട്ട് എനർജീനെ വിത്ത് റെസ്പെക്ട് ടു T, അതായത് ടെമ്പറേച്ചർ, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ CV is equal to dou U by dou T എന്ന് പറയുന്നത് 3n h cut omega E raised to h cut omega E by KT into h cut omega E by KT square all divided by e raised to h cut omega E by KT minus 1 all square. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 3nk h cut omega E by KT square e raised to h cut omega E by KT divided by e raised to h cut omega E by KT minus 1 all square. ഇവിടെ h cut omega by KTക്ക് x എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ E by T. ഇവിടെ തീറ്റ E എന്ന് പറയുന്നത് h cut omega E by K ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ. തീറ്റ E എന്ന് പറയുന്നത് h cut omega E by K ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ. ദെൻ CV ഒന്നുകൂടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. CV is equal to 3nk x square e raised to x divided by e raised to x minus 1 equal to 3nk E of x. And here E of x is called Einstein function. പിന്നീട് കാണുന്നത് ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സോളിഡ് അക്കോർഡിംഗ് ടു ദ ഐൻസ്റ്റീൻ മോഡൽ. ഐൻസ്റ്റീൻ മോഡൽ അനുസരിച്ചുള്ള ഒരു സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എക്സ് ആക്സിസിൽ T by തീറ്റ യും y ആക്സിസിൽ CV by 3nk ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡാഷ്ഡ് കർവാണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വേരിയേഷൻ ഐൻസ്റ്റീൻ ഫോർമുലയിൽ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടെമ്പറേച്ചർ വേരിയേഷനിൽ, അതായത് ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും സ്പെസിഫിക് ഹീറ്റിനുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് നോക്കുന്നത്. അറ്റ് സഫിഷ്യൻ്റ്ലി ഹൈ ടെമ്പറേച്ചർ T മച്ച് ഗ്രേറ്റർ ദാൻ തീറ്റ E ആൻഡ് ഹെൻസ് X മച്ച് ലെസ് ദാൻ 1. ഇതിൻ്റെ റിസൾട്ട്, അതായത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3nk ആണ്. അത് തന്നെയാണ് നമുക്ക് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് ചെയ്തപ്പോഴും കിട്ടിയ റിസൾട്ട്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഐൻസ്റ്റീൻ്റെയും ക്ലാസിക്കലിൻ്റെയും റിസൾട്ട് ഒന്ന് തന്നെയാണ് 3nk. ദെൻ നെക്സ്റ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ T മച്ച് ലെസ് ദാൻ തീറ്റ E ആൻഡ് ഹെൻസ് X മച്ച് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഉണ്ടാകുന്നത് സ്പെസിഫിക് ഹീറ്റ് എക്സ്പൊണൻഷ്യലി റൈസ് ചെയ്ത് 0യിലേക്ക് ടെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്തതും തിയററ്റിക്കലി കണ്ടെത്തിയതുമായ റിസൾട്ട് രണ്ടും ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്പൻസി, തിയററ്റിക്കലി കണ്ടെത്തിയതും എക്സ്പെരിമെൻ്റലി കണ്ടെത്തിയതുമായ റിസൾട്ടിലുള്ള ഈ ഡിസ്ക്രിപ്പൻസി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡി ബൈസ് മോഡൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ഐൻസ്റ്റീൻ്റെ ഫോർമുലയിലുണ്ടായ ഈ ഒരു ഡിസ്ക്രിപ്പൻസി പരിഹരിക്കാനായിട്ട് ഡി എന്ത് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഡി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീനെ പോലെ തന്നെ ഒരു സോളിഡ് കൺസിഡർ ചെയ്തു. n ആറ്റംസ് ഉണ്ട്. പക്ഷേ അവിടെ ഐൻസ്റ്റീൻ കൺസിഡർ ചെയ്തത് എല്ലാ ആറ്റത്തിനും ഒരേ ഫ്രീക്വൻസി ഒമേഗ E ആയിട്ടാണ്. എന്നാൽ ഇവിടെ ഡി മോഡൽ കൺസിഡർ ചെയ്യുന്നത് ഓരോ ആറ്റത്തിനും ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ്. ഇഫ് എ സോളിഡ് ഹാസ് n ആറ്റംസ് ഇറ്റ് ഹാസ് 3n normal modes of vibration and hence 3n different frequencies. പിന്നെ ഡി കൺസിഡർ ചെയ്തു ഒരു സോളിഡ്. അത് കൺസിഡർ ചെയ്യുന്ന സോളിഡ് എങ്ങനെ ട്രീറ്റ് ചെയ്തു? ഒരു കണ്ടിന്യൂസ് ഇലാസ്റ്റിക് മീഡിയം ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത് വിത്ത് ഫ്രീക്വൻസി ഒമേഗ.
Collective modes of vibration involving groups of atoms are the possible sound waves which can propagate through solids. And the energy of these sound waves inside a solid medium can be considered to the quantized in the form of phonons. ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിന് എനർജി ഫോണോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് വിത്ത് ഫ്രീക്വൻസി h cut omega. And there is no restriction on the number of phonons in a given mode. And the phonon in a solid may be treated as a boson gas with a zero chemical potential. ഇനി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് 3 ടൈപ്സ് ആണ്. അതിൽ ആദ്യത്തെ 2 ട്രാൻസ്വേഴ്സ് പോളറൈസേഷനും മൂന്നാമത്തേതിന് ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷനുമാണ് ഉണ്ടാകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനലിൻ്റെ വെലോസിറ്റി CL എന്നും ട്രാൻസ്വേഴ്സിൻ്റെ CT എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Then the number of normal modes with frequency omega and omega plus d omega is given by g omega d omega is equal to v omega square d omega divided by 2 pi square c square. ഇക്വേഷൻ ഇതിന് മുന്നത്തെ പോർഷനിൽ നമ്മൾ കണ്ടതാണ്. ദെൻ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് വൈബ്രേഷൻസ് ഉണ്ട്, ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്. g omega d omega is equal to v omega square divided by 2 pi square into 1 by cl cube plus 2 by ct cube d omega. Equation B. Then d by assumed that the spectrum is cut off omega d an upper limit such that the total number of normal modes is given to 3n. ഒരു ഒമേഗ ഡി എന്ന് പറയുന്ന ലിമിറ്റിൽ ഈ സ്പെക്ട്രം കട്ട് ഓഫ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ 0 to ഒമേഗ ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3n ആണ്. ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു 3n. ദെൻ ആ ഇക്വേഷനിൽ ജി ഒമേഗ ഡി ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇൻറ്റഗ്രൽ 0 to ഒമേഗ ഡി വി ഒമേഗ സ്ക്വയർ ബൈ 2 പൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഡി ഒമേഗ ഈക്വൽ ടു 3n. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി ഒമേഗ ഡി ക്യൂബ് ബൈ 6 പൈ സ്ക്വയർ 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഈക്വൽ ടു 3n. ഇക്വേഷനിൽ നമ്മൾ ഒമേഗ ഡി ക്യൂബ് എന്താണെന്ന് കാണുകയാണ്. ഒമേഗ ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു 18n പൈ സ്ക്വയർ ബൈ വി ഇൻറ്റു 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് റേസ് ടു -1 ആൻഡ് 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഈസ് ഈക്വൽ ടു 18n പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ഒമേഗ ഡി ക്യൂബ്. ദെൻ ഇക്വേഷൻ ബി അനുസരിച്ച് ഒമേഗ ലെസ് ദാൻ ഒമേഗ ഡി ആവുകയാണെങ്കിൽ ജി ഒമേഗ ഇസ് ഈക്വൽ ടു 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ്. ദെൻ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ ഡി ആണെങ്കിൽ ജി ഒമേഗ ഈക്വൽ ടു 0 ആണ്. Then the internal energy of the phonon gas is U is equal to sigma E NEE. And here energy is equal to h cut omega and Ne is equal to 1 by e raised to h cut omega by kt minus 1 as the number of phonons is not conserved. Then internal energy U is equal to integral 0 to omega d h cut omega Ne g omega d omega. ഇവിടെ ഓരോ ടേംസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് നെക്സ്റ്റ് ഇക്വേഷൻ. integral 0 to omega d h cut omega 1 by e raised to h cut omega by kt minus 1 9n omega square by omega d cube d omega. ഇവിടെ കോൺസ്റ്റൻറ്റ് ടേംസിനെ പുറത്തേക്ക് എടുത്തു. 9n h cut omega omega d cube integral 0 to omega d omega cube by e raised to h cut omega by kt minus 1 d omega. And here put x is equal to h cut omega by kt.
Then omega is equal to kT by h cut x. Then u is equal to 9n h cut by omega d cube kt raised to 4 by h cut integral 0 to omega d x cube by e raised to x minus 1 dx. ഇന്റേണൽ എനർജിയുടെ ഇക്വേഷനിൽ നമ്മൾ എച്ച് കട്ട് ഒമേഗ ബൈ കെ ടിക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. Then in d by approximation, Cv is equal to 3nk dx naught, equation number D. And here x naught is equal to h cut omega d kt is equal to theta d by t. ഇവിടെ ഡി എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഫംഗ്ഷനാണ് ആൻഡ് തീറ്റ ഡി എന്ന് പറയുന്നത് ഡി ബൈ ടെമ്പറേച്ചറാണ്. ഐൻസ്റ്റീൻ്റെ മോഡലിലും നമ്മൾ തീറ്റ ഇ ഐൻസ്റ്റീൻ ടെമ്പറേച്ചറാണെന്ന് പറഞ്ഞു. ഇവിടെ ഡി ബൈ മോഡലിൽ തീറ്റ ഡി ഡി ബൈ ടെമ്പറേച്ചറാണ്. ആൻഡ് യു ഇസ് ഈക്വൽ ടു 9n h cut by omega d cube kt raised to 4 by h cut integral 0 to h cut omega d by kt x raised to 3 by e raised to x minus 1 dx. ഇവിടെ ഇൻ്റഗ്രേഷൻ 0 to x naught ആണ് ലിമിറ്റ്. ദെൻ h cut ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 9n divided by omega d cube into h cut by k all cube into kt raised to 4 integral 0 to h cut omega d kt x raised to 3 divided by e raised to x minus 1 dx. ഇവിടെ ഈ ഇക്വേഷനെ 1 by h cut by k ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് തീറ്റ ഡിയുടെ ഫോമിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് 9n kt raised to 4 by theta d cube integral 0 to theta d by t x cube by e raised to x minus 1 dx, ഇക്വേഷൻ നമ്പർ സി. ഇന്റേണൽ എനർജി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ദെൻ നമ്മൾ ഹൈ ടെമ്പറേച്ചറിലും ലോ ടെമ്പറേച്ചറിലും സ്പെസിഫിക് ഹീറ്റ് എങ്ങനെയാണെന്നാണ് കാണുന്നത്. സ്പെസിഫിക് ഹീറ്റ് കാണാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റേണൽ എനർജീനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ high temperature T much greater than theta D and we have e raised to x minus 1 approximately equal to x. Then internal energy U is equal to 9 nkt raised to 4 divided by theta D cube integral 0 to theta D by t x square dx. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി യു എന്ന് പറയുന്നത് 3nkt എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സി വി എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ടി ആണ്. നമുക്ക് യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3nk തന്നെ കിട്ടും. ഡു ലോങ് ആൻഡ് പെറ്റിറ്റ് ലോ. അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് ഡി ബൈ മോഡലിലും ഐൻസ്റ്റീൻ മോഡലിലും ക്ലാസിക്കൽ മോഡലിലും ഒരേ റിസൾട്ട് തന്നെയാണ് 3nk ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെയും ഡു ലോങ് ആൻഡ് പെറ്റിറ്റ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ലോ ടെമ്പറേച്ചറിൽ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ് എടുക്കുന്നത്. ആൻഡ് ഹിയർ ടി മച്ച് ലെസ് ദാൻ തീറ്റ ഡി ആൻഡ് തീറ്റ ഡി ബൈ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അതായത് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു 9n kt raised to 4 by theta d cube integral 0 to infinity x cube by e raised to x minus 1 dx equal to 3 by 5 nk pi 4 t raised to 4 divided by theta d cube ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഡോ യു ബൈ ഡോ ടി ചെയ്യുമ്പോൾ 12 by 5 nk pi 4 pi raised to 4 t raised to 3 divided by theta d cube എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ സി വി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബാണ്. നമ്മൾ ഐൻസ്റ്റീൻ്റെ മോഡലിലും പറഞ്ഞത് സ്പെസിഫിക് ഹീറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്നാണ്. പക്ഷെ അത് തിയററ്റിക്കലി അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ ഡി ബൈ മോഡലിൽ ഡി ബൈ അത് തിയററ്റിക്കലി പ്രൂവ് ചെയ്തിരിക്കുകയാണ് സ്പെസിഫിക് ഹീറ്റ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു ക്യൂബ് എന്ന്.
ദെൻ നമ്മൾ ഇക്വേഷൻ ഡി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ച് എങ്ങനെ സി വി കാണാമെന്നാണ്, സ്പെസിഫിക് ഹീറ്റ് കാണാമെന്നാണ്. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ ഡി പറയുന്നത് സി വി ഇസ് ഈക്വൽ ടു 3NK dx നോട്ട് എന്നാണ്. dx നോട്ട് എന്ന് പറയുന്നത് ഡി ബൈ ഫംഗ്ഷനാണ്. ഇനി ഡി ബൈ ഫംഗ്ഷൻ അനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് കണ്ടിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് dx naught is equal to 3 by x naught raised to 3 integral 0 to x naught x raised to 4 e raised to x dx divided by e raised to x minus 1 all square ആണ്. ഇത് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് dx naught is equal to minus 3x naught divided by ex naught minus 1 plus 12 by x naught cube integral 0 to x naught x cube dx by e raised to x minus 1 എന്ന് കിട്ടും. അതിൽ ഹൈ ടെമ്പറേച്ചറിൽ dx is equal to 1 minus x naught square by 20 പ്ലസ് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ സി വി ഇസ് ഈക്വൽ ടു 3NK എന്ന് ലഭിക്കും. ആൻഡ് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഡി എക്സ് നോട്ട് 12 by x naught ക്യൂബ് ഇൻറ്റഗ്രേറ്റിംഗ് 0 to infinity x cube dx by e raised to x minus 1 and that is equal to 4 pi raised to 4 by 5 t by theta d all cube. നമുക്കിവിടെ സി വി ഇസ് ഈക്വൽ ടു 12 pi 4 by 5 NK t cube by theta d ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് സി വി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഐൻസ്റ്റീൻ മോഡലും ഡീബൈ മോഡലുമാണ്. സ്പെസിഫിക് ഹീറ്റ് ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നതാണ് പറഞ്ഞത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് പറഞ്ഞത് എല്ലാ സോളിഡ്സിനും സ്പെസിഫിക് ഹീറ്റ് 3NK ആണെന്നാണ്. പക്ഷേ ആക്ച്വലി അതങ്ങനെയല്ല സംഭവിക്കുന്നത്. ടെമ്പറേച്ചറിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റും വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഐൻസ്റ്റീൻ മോഡൽ വന്നു. ഐൻസ്റ്റീൻ അതിനൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു. ഹൈ ടെമ്പറേച്ചറിൽ 3NK തന്നെയാണ്, പക്ഷേ ലോ ടെമ്പറേച്ചറിൽ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. പക്ഷേ അത് തിയററ്റിക്കലി കണ്ടെത്തിയതും എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്തതും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി പരിഹരിക്കാനാണ് ഡി ബൈ മോഡൽ കൊണ്ടുവന്നത്. ഡി ബൈ മോഡലിൽ ഹൈ ടെമ്പറേച്ചറിൽ 3NK ആണെന്നും ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ആണെന്നും തിയററ്റിക്കലിയും എക്സ്പെരിമെൻ്റലിയും കണ്ടെത്തി. താങ്ക് യു ഓൾ.